ഹായ്. നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാം, ആത്മവിശ്വാസത്തോടെ സംസാരിക്കാം, അതായത് അറിയുന്ന ഇംഗ്ലീഷ്, വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് അറിയുന്ന ഇംഗ്ലീഷ് എങ്ങനെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാം എന്നുള്ള ഒരു സീരീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 9 ആണെന്ന് തോന്നുന്നു, ഡേ. അപ്പം നിങ്ങൾ ക്ലാസ്സുകളെല്ലാം കേട്ടു വന്നിട്ടുണ്ട്. ഇതുവരെ കേൾക്കാത്തവരെ, ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ആ പ്ലേലിസ്റ്റ് ഇതാ വന്നു കേട്ടോ. നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് കേട്ടി പഠിക്കണം. അതായത് ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ഞാൻ ഈ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നില്ല. ഒരു അത്യാവശ്യം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, കൂടുതൽ പഠിക്കുകയല്ല, അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെ പേടിയില്ലാതെ പറയാം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ ഞാൻ സംസാരിക്കില്ല, സംസാരിക്കുന്നത് മുഴുവനും നിങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, ഞാൻ കുറെ ഒരു 5-6 വീഡിയോ ക്ലിപ്സ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പം അതെന്താ ഞാൻ ചെയ്യുന്നേ എന്ന് നിങ്ങളോട് ഞാൻ പറയും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അത് ക്വസ്റ്റ്യൻ ആക്കണം. ഞാനിപ്പോ പറയാണ്, ഐ ആം ചെക്കിങ് എ വീഡിയോ, ഞാനൊരു വീഡിയോ എടുക്കുകയാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയും. അപ്പോ അത് കേൾക്കുന്ന നിങ്ങൾ എന്നോട് ചോദിക്കണം, എന്തെന്ന് ചോദിക്കണം? നിങ്ങൾ വീഡിയോ എടുക്കുകയാണോ എന്ന് ചോദിക്കണം. അപ്പൊ നിങ്ങൾക്കുള്ളൊരു ചലഞ്ചാണ് ഇന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് അറിയത്തില്ലല്ലോ സെന്റൻസ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നൊക്കെ അറിയത്തില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പേടിക്കണ്ട. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമ്മളിത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഞാൻ കൊടുക്കും കേട്ടോ. അപ്പോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സ്ട്രക്ചർ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് എന്നൊക്കെയുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് എത്രമാത്രം അറിയാം എന്നൊന്ന് ചെക്ക് ചെയ്യാനും കൂടിയിട്ടുള്ളതാണ് ഇത്. അപ്പൊ നിങ്ങൾ ടെൻഷൻ ഒന്നും ആകേണ്ട. നിങ്ങൾ ഓരോ വീഡിയോ ക്ലിപ്പും കേൾക്കുക, ഒന്ന് പോസ്റ്റിലിടുക, ശ്രദ്ധിക്കുക, എന്നിട്ട് എന്താണ് പറഞ്ഞതെന്ന് നോക്കുക, അതെങ്ങനെയാ അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാക്കാം എന്നൊന്ന് ചിന്തിക്കുക കേട്ടോ. അതിനകത്ത് പേടിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. അയ്യോ എനിക്ക് പറ്റിയില്ല അപ്പൊ പിന്നെ സ്കിപ്പ് ചെയ്തേക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വന്നവരാണ് എങ്കിൽ ഈ ഒരു സീരീസ് മൊത്തമായി നിങ്ങൾ കാണും. എന്നിട്ട് 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ എഴുതണമെന്ന്. ആ ക്വസ്റ്റ്യൻ കമന്റ് ബോക്സിൽ 1, 2, 3, 4, 5 വീഡിയോ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും എണ്ണത്തിന്റെ നോക്കിയിട്ട് നിങ്ങൾ പറയണം. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. I bought all of these yesterday. I bought all of these yesterday. നിങ്ങൾ ഇങ്ങനെ ചോദിക്കണം, ഇതെല്ലാം ഇന്നലെയാണോ വാങ്ങിച്ചത്? ഇതെല്ലാം ഇന്നലെയാണോ വാങ്ങിച്ചത്? My bean plant has produced beans. My bean plant has produced beans. നിങ്ങളുടെ ചോദ്യം ഇതാ, നിന്റെ പയറില് പയറ് കായ്ച്ചോ? നിന്റെ പയറിൽ പയർ കായ്ച്ചോ? I don't like working in the kitchen. I don't like working in the kitchen. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാ, നിനക്ക് അടുക്കളയിൽ ജോലിയെടുക്കാൻ ഇഷ്ടമാണോ? നിനക്ക് അടുക്കളയിൽ ജോലിയെടുക്കാൻ ഇഷ്ടമാണോ? I walk around the yard like this every day. I walk around the yard like this every day. ഇന്നാ പിടിച്ചോ, നീ എന്നും നടക്കാൻ പോകാറുണ്ടോ? നീ എന്നും നടക്കാൻ പോകാറുണ്ടോ? I took off my slippers outside before coming in. I took off my slippers outside before coming in. നീ പുറത്ത് ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടാണോ കയറി വന്നത്? When it rained, the well started to fill up with water. When it rained, the well started to fill up with water. ക്വസ്റ്റ്യൻ പിടിച്ചോ, മഴ പെയ്തപ്പോൾ കിണറ്റിൽ വെള്ളം എങ്ങനെയുണ്ട്? മഴ പെയ്തപ്പോൾ കിണറ്റിൽ വെള്ളം എങ്ങനെയുണ്ട്? I am shooting a video now. I am shooting a video now. ഇപ്പൊ നീ എന്തെടുക്കുകയാണ്? ഇപ്പൊ നീ എന്തെടുക്കുകയാണ്? കണ്ടല്ലോ, നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളതല്ലേ? ഓരോന്നും നമ്മുടെ കമന്റ് ബോക്സിൽ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഇതിനെ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.